അതൊന്ന് പറയണമെന്ന് വിചാരിച്ചത് ഞാൻ നിൽക്കുകയായിരുന്നു. ഈ സിനിമ എടുക്കാൻ വരുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഞാനിപ്പോൾ എല്ലാ പ്രൊഡ്യൂസർമാരും ഒരു ഇതായിട്ട് ഞാൻ പറയുകയാണ്. നമ്മളൊരു സിനിമ എടുക്കാൻ വരുന്നത് നമ്മുടെ ഒരു പാഷൻ കൊണ്ടോ ഒരാഗ്രഹമൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്, അല്ലാതെ ഒരു വലിയ ബിസിനസ് കണ്ടുകൊണ്ടൊന്നും അല്ല. ഇപ്പോഴത്തെ സിനിമകളുടെ സാമ്പത്തിക മേഖല നിങ്ങൾക്കെല്ലാം അറിയാം. ഞാനൊന്ന് വിളിച്ച് ഇവിടെ എല്ലാം ട്രാൻസ്പെറൻ്റ്, ഒന്നും പൊക്കി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ പൊക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്കറിയാം. അപ്പോൾ അവരുടെ ആ ഭാഗത്തേക്കും പോകുന്നത്. പക്ഷെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയാൾ അത്രയും സ്ട്രെസ് എടുത്ത് ടെൻഷൻ എടുത്ത് അയാൾ ഇത്രയും ഒരു സന്നാഹം ഈ ഇതിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊമോഷനാണ്. അപ്പോൾ നിങ്ങളോട് അതാണ് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങളുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രൊമോഷൻ നടന്നു പോകുന്നത് തന്നെ. അല്ല നമ്മളിവിടെ നിന്നൊന്നും പരിധികളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ശരിയാണ്, അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അവർക്കിത് കഴിഞ്ഞാൽ വേറൊരു സിനിമയിൽ ജോയിൻ ചെയ്തെങ്കിലേ അവരുടെ ജോലി അവർ കണ്ടിന്യൂ ചെയ്യാൻ. ആ ഭാഗം കറക്റ്റാണ്. പക്ഷേ ഞാനത് ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷനോടും ഇവിടുത്തെ ചേംബറിനോടും ഞാൻ പറയുകയാണ്, ഇതിനൊരു സ്കെഡ്യൂൾ ചെയ്യണം, ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് പ്രൊമോഷൻ അഡ്വർടൈസ്മെൻ്റ് ഇല്ലാതെ ഒരു ബിസിനസ് നടക്കില്ല. അപ്പം നമുക്ക് വേറെ ആളെ കൊണ്ടിരുത്താൻ പറ്റും. ഈ ചെയ്ത ആർട്ടിസ്റ്റുകളെയല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മളിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള ഒരു സിനിമയത്, മലയാളികൾ ഏറ്റെടുത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് ഇവിടുത്തെ മറ്റ് സാങ്കേതിക നമ്മുടെ സംഘടനകൾ അത് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രൊമോഷൻ സിനിമയ്ക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടൊന്നും ഇങ്ങനെ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു പ്രൊമോഷൻ്റെ, ഞാൻ പറയുന്നത് 90s കാര്യം ഞാൻ പറയുന്നത്, 2000 ആവശ്യമില്ലായിരുന്നു. കാരണം അത്രയും ആൾക്കാർ കാത്തു നിന്ന സിനിമകൾ ഇന്ന് അങ്ങനെയല്ല. സിനിമയ്ക്കുള്ളിൽ തന്നെ സിനിമകൾ കോമ്പറ്റീഷൻ. അപ്പം ആൾക്കാരുടെ ഇടയ്ക്കല്ല, സിനിമയ്ക്കുള്ളിൽ തന്നെ. അപ്പം ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ പ്രൊമോഷൻ്റെ ഭാഗത്ത് ആർട്ടിസ്റ്റുകളുടെ സഹകരണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു നിയമപരമായി തന്നെ എന്തെങ്കിലും ചെയ്ത് അതൊരു ഇമ്പോർട്ടൻ്റ് ഏറിയാണത്. നമ്മൾ പടം എടുത്തു വെച്ചിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എത്രയോ സിനിമകൾ നമുക്ക് അങ്ങനെയുള്ള പ്രൊമോഷൻ കിട്ടാതെ പരാജയത്തിൻ്റെ കുഴിയിൽ വീണുപോയ എത്ര സിനിമകളുണ്ട്. ഒരുപക്ഷെ അവിടെയൊക്കെ കൈ പിടിക്കാവുന്നതായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ സഹകരണ ഇല്ലായ്മയിൽ നമുക്ക്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സിനിമ അങ്ങനെയല്ല കേട്ടോ. ഇവരൊക്കെ രാവും പകലും ഈ ശുക്രൻ സിനിമയുടെ കൂടെ, ഞാൻ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാനിതിൻ്റെ തുടക്കം പോലുള്ള ഒരാളായതുകൊണ്ട് പറഞ്ഞു, ഇപ്പോഴും ഇതിൻ്റെ അവസാന ഈ റീൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, ഇവരെ സംബന്ധിച്ച് ഇവർ നമ്മുടെ തുടക്കം മുതൽ ഈ പ്രൊമോഷന് ഇന്ന് വരെ നാളെ തിയേറ്ററിലേക്ക് പോകും നമ്മുടെ കൂടെ നിന്നവർ. ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ, ഒരു സിൻസിയാരിറ്റി മറ്റുള്ളവർ ഏറ്റെടുക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.